അക്ഷരസ്നേഹികളെ നമസ്കാരം. പുതുതലമുറയിൽപ്പെട്ട സർഗവാസനയുള്ളവരെ കണ്ടെത്തി സാഹിത്യത്തിൻ്റെയും കലയുടെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന കേരള സർക്കാർ രജിസ്ട്രേർഡ് സംഘടനയാണ് മയൂഖം സാഹിത്യ സാംസ്കാരിക വേദി. മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന യുവ എഴുത്തുകാരുടെ വേദിയായ മയൂഖത്തിൻ്റെ 2ാം വാർഷിക ആഘോഷം ജൂലൈ മാസം 14-ാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് മയൂഖം സാഹിത്യവേദി നൽകുന്ന ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഈ വർഷത്തെ മയൂഖ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നീണ്ട 12 വർഷത്തിന് ശേഷം രൗദ്ര സോത്യകം എന്ന കൃതിയിലൂടെ കേരളത്തിന് സരസ്വതി സമ്മാനം നേടിത്തന്ന ശ്രീ പ്രഭാവർമ്മ സാറിനാണ്. മയൂഖം വേദിയിൽ വച്ച് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറെ പ്രിയരായ മയൂഖമിത്രങ്ങളെ, സാഹിതി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. മയൂഖം നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ മികവിൻ്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് തീർത്ഥം 2024 എന്ന ഓമനപ്പേരിൽ മയൂഖത്തിൻ്റെ വാർഷികാഘോഷം നമ്മൾ അനന്തപുരിയിൽ ഈ മാസം 14-ാം തീയതി ഞായറാഴ്ച കൊണ്ടാടുന്നത്. മയൂഖം എക്കാലവും കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഉള്ളവരെ ആദരിക്കുന്ന ഒരു പതിവുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അതിനാൽ തന്നെ സമാന്തര സാഹിത്യ സംഘടനകളിൽ നിന്നും ഏറെ വിഭിന്നമായാണ് മയൂഖം ചരിക്കുന്നത്. അതിനാൽ ഈ വർഷവും നമ്മൾ അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മയൂഖത്തിൻ്റെ അഭിമാന സ്തംഭം എന്നുകൂടി പറയാവുന്ന അവാർഡാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഇത് നമ്മൾ നൽകുന്നത് ഒരു ജീവിതം തന്നെ കലയ്ക്കും സാഹിത്യത്തിനും വേണ്ടി അർപ്പിച്ചവർക്കാണ്, സാംസ്കാരിക മാധ്യമത്തിലൂടെ ചരിക്കുന്നവർക്കാണ് ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് നമ്മൾ കൊടുക്കുന്നത്, മയൂഖം നൽകുന്നത്. അതിൻ പ്രകാരം ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായിട്ടുള്ളത് കേരളത്തിൻ്റെ കലാ സാഹിത്യ മേഖലകളിൽ സ്ഥിര നിക്ഷേപം എന്ന് തന്നെ പറയാവുന്ന മലയാള സിനിമയുടെ ശൈശവ ദിശ മുതൽ കൂടെയുള്ള നമ്മളുടെ ഏവരുടെയും ഹൃദയത്തിൽ അധിവസിക്കുന്ന പ്രിയങ്കരനായ നടൻ ശ്രീ മധുവാണ്. അതിനാൽ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മധുസാറിന് നൽകുന്നതായി നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.